ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യലൊന്നും പഠിക്കാത്തവർക്കും എളുപ്പത്തിൽ നല്ല വൃത്തിയിൽ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് തീരെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്കും ഈ മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമൊക്കെ ചുരിദാർ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ 4000-3000 ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിനൊന്നും സാധിക്കാത്ത ഒരുപാട് ആളുണ്ട്. ചുരിദാർ പഠിക്കണം, സ്റ്റിച്ച് ചെയ്യണം, സ്വന്തമായിട്ടൊന്ന് തയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മളിതാ ഈ ബിറ്റിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ബാക്കിലും ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ പീസ് ഇങ്ങനെ സെൻറ്റർ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഏതാ അളവ് എന്നുള്ള കറക്റ്റ് ഒരു ചുരിദാർ എടുക്കുക. ഈ അളവ് ചുരിദാറിൻ്റെ സ്ലീവ് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ ഉള്ളിലോട്ടിട്ടതിന് ശേഷം രണ്ട് സ്ലീവും ഇതുപോലെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് കറക്റ്റ് നല്ല രീതിയിൽ മടക്കിയെടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റിലാക്കാൻ ചെയ്യുന്നവർക്ക് പിന്നെ ഇതുപോലെ നീക്കി വെച്ചിട്ട് പിന്നെ സൈഡിൽ ഈ നമ്മൾ ഈ കൈക്കുഴി വരുന്ന ഭാഗത്ത് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ചെയ്തില്ലെങ്കിലും നല്ല കോട്ടനൊക്കെ ആകുമ്പോൾ നല്ലോണം ഒതുങ്ങി അടിയുന്നോളും. കണ്ടില്ലേ? ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി അങ്ങ് ഇടുക. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം പുറത്തേക്കാകുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുക. ബാക്ക് ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഈ രണ്ട് ഷോൾഡറും ഒരേ രീതിയിൽ ഇതാണ്ടോ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുണ്ടല്ലേ ഇങ്ങനെ ഒരേ രീതിയിൽ പിടിച്ചിട്ട് നീളത്തിൽ നമ്മൾ ഈ തയ്ക്കാനിട്ട തുണിയുടെ മുകളിലേക്ക് നീർത്തിയിടുക. ഈ സമയമൊക്കെ റിഗാള് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഒക്കെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഇതുണ്ടല്ലേ? ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് താത്തി വെക്കണം. ഇതുണ്ടല്ലേ? ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്ന രീതിയിൽ കുറച്ച് താത്തി വെച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവാണ് വരക്കേണ്ടത്. കാരണം മൊത്തം ആ തയ്യൽ കാണുന്ന ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് അതിന് ചേർത്ത് ഇങ്ങനെ വരച്ചു കൊടുത്ത് പോയാൽ മതി. കണ്ടില്ലേ? ഇനി പിൻ ചെയ്താൽ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ കറക്റ്റ് നിൽക്കും. എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? പിന്നെ ചേർത്ത് വരച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പൊക്കെ പിന്നെയാണ് വരക്കുക. അങ്ങനെ കറക്റ്റ്. ഇതിപ്പോൾ അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വണ്ണെല്ലാം കൂട്ടണമെങ്കിൽ കുറച്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ടാൽ മതി. കണ്ടില്ലേ? ഈ ഓപ്പണിൻ്റെ ഈ സ്ഥലം വരുമ്പോൾ ഇങ്ങനെ നീളത്തിലൊരു വര കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഷേപ്പ് ചെയ്ത് പോവുക. ഇവിടെയൊക്കെ കറക്റ്റ് ആണോ നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒറ്റൊരു വര ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ വരകളൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. കണ്ടില്ലൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം തന്നെ നെക്ക് വരക്കേണ്ടവർക്ക് അതുപോലെ ഇപ്പം വരച്ചതുപോലെ വെച്ചിട്ട് നെക്കും വരച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ തയ്യൽ തുമ്പിടുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഷോൾഡറിനും റിഗാളിനും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി. കണ്ടില്ലേ? ഇങ്ങനെ 1/2 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചോ 1 ഇഞ്ചോ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. വണ്ണം കൂട്ടേണ്ടവർക്ക് കൂട്ടിയിടാം. അങ്ങനെ ഇതാ നമ്മൾ വരച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നവരുണ്ട്. 1 ഇഞ്ച് ഇട്ടാൽ അത്ര ഒരു വൃത്തിയിൽ കിട്ടില്ല. ഒരു 1/4 ഇഞ്ച് ഇട്ടാൽ മതി. 1/4 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ വരച്ചെടുക്കുക. അപ്പോൾ ആ കറക്റ്റ് പിന്നെ സ്ലിറ്റൊന്നും ചുരുണ്ട് പോവാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കിട്ടും. ഇനി ഷേപ്പ് നമ്മൾ വരച്ചതിലൂടെ കട്ട് ചെയ്യണം. കാരണം കട്ട് ചെയ്താൽ മതി. അപ്പം ഞാനൊരു ഷേപ്പർ വെച്ചിട്ട് എങ്ങനെ വരക്കുന്നതും കൂടി കാണിച്ചു തരാണ്. ഇത് കണ്ടില്ല? കറക്റ്റ് നല്ല കറക്റ്റ് ഷേപ്പർ വെച്ച് വരച്ച മാതിരി നമുക്ക് കിട്ടും ചെയ്യും.
നല്ല വൃത്തിയിൽ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചാൽ നല്ല വൃത്തിയിൽ അങ്ങ് കട്ട് ചെയ്യാം. തീരെ അറിയാത്തവർക്ക് കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. അറിയുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട് 1/2 ഇഞ്ച്. എന്നിട്ട് ഇത് ഈ വരയിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ നെക്ക് ആദ്യം കട്ട് ചെയ്തിട്ടില്ലേന്ന്. ഇനി ആദ്യം കട്ട് ചെയ്യേണ്ടാത്തവർക്ക് ഇതുപോലെ ഇപ്പം അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. ഞാനൊരു 2.25 ഇഞ്ച് വീതിയും ഒരു 4.25 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് നെക്ക് ആയതുകൊണ്ടാണ്. ബാക്കിലെ നെക്കിന് ഒരു 3 ഇഞ്ചോ 2.25 ലെങ്ത്ത് ഇട്ടാൽ മതിയാവും. അതിന് ഓരോരുത്തരും ഇഷ്ടമാണ് ലെങ്ത്തൊക്കെ. ഞാനിട്ടത് അങ്ങനെയാണ്. ഇനി ഇത് യോജിപ്പിച്ചെടുക്കാം. സ്ക്വയർ നെക്കാണെങ്കിൽ സ്ക്വയർ നെക്ക് കൊടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഏത് മോഡലപ്പം കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യാതെ ക്യാൻവാസിൽ പിന്നെ നെക്ക് കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കാം. ഞാനിപ്പോൾ ഇതിലിങ്ങനെ കട്ട് ചെയ്യുന്നൊരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കുറേ സ്റ്റിച്ച് ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടോക്കുക. അപ്പം ഇനി ഇതാ ഇതിലെങ്ങനെ കട്ട് ചെയ്തെടുത്തായി. നമ്മൾ ഫസ്റ്റ് വരച്ച വരയിലൂടെ കട്ട് ചെയ്യരുത്, തയ്യൽ തുമ്പിട്ട ആ വരയിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നാലും നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ സ്ലിറ്റ് എവിടെയെന്ന് മാറിപ്പോവാതെക്കും. അതുപോലെ ഈ ഷേപ്പിൻ്റെ ഇവിടെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ചുരിദാറിൻ്റെ കട്ടിങ്. ഇനി ബാക്കും ഇതുപോലെ തന്നെ വെച്ച് വെട്ടിയാൽ മതി. നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ ലൈനിങ്ങും ഇതുപോലെ മടക്കിയിട്ടിട്ട് ഇതിനെക്കാട്ടിയും കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളെ ചുരിദാറിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ടിങ് ഞാൻ കുറേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടില്ല നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.